ഹായ് എവരി വൺ, ശിവ ടാരോട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ പോകുന്ന ചില കാര്യങ്ങൾ പ്രപഞ്ചം നിങ്ങളെ അറിയിക്കണം എന്ന് നിങ്ങൾ അറിയാതെ പോകുന്ന പല നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നിങ്ങളെക്കുറിച്ചുള്ള പല കാര്യങ്ങളും നിങ്ങൾ അറിയാതെ പോകുന്നു. അതെന്തൊക്കെയാണ് എന്ന് നോക്കാം. നിങ്ങൾ അറിയാതെ പോകുന്ന നിങ്ങളുടെ കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങൾ മനസ്സിലാക്കാതെയും അറിയാതെയും പോകുന്ന നിങ്ങളുടെ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഇവിടെ ഓവറോൾ എനർജി വന്നത് 6 ഓഫ് പെന്റിക്കിളുടെ എനർജിയാണ്. 6 ഓഫ് പെന്റിക്കിളുടെ എനർജി എന്ന് പറയുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നിങ്ങൾ കൊടുത്തും ചെയ്തും തളർന്നിരിക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയാതെ പലതും നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തികളായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ എപ്പോഴും കൊടുത്തുകൊണ്ടേയിരുന്നു, തിരിച്ചൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് കാണുന്നുണ്ട്. അവസാനം നിങ്ങൾക്ക് തന്നെ ആ ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറി പോരേണ്ടി വന്നു. പക്ഷേ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് ഇപ്പോൾ തിരിച്ചു കിട്ടുന്ന ഒരു എനർജിയാണ്. എന്താണോ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിച്ചത് കിട്ടാതിരുന്നത്, അത് സാമ്പത്തികപരമാകാം, ജോലി സംബന്ധമാകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പരമാകാം, റീയൂണിയൻ ആവാം, അങ്ങനെ പല കാര്യങ്ങളും ഓരോ വ്യക്തികളും അവരവരുടെ എനർജിക്ക് അനുസരിച്ച് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ എന്താണോ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്, നിങ്ങൾ പിന്നെ അതിൽ നിന്ന് പിന്മാറിപ്പോയത്, അതിപ്പോൾ നിങ്ങളിലെ തിരിച്ചു വരുന്നു. പല കാര്യങ്ങളും നിങ്ങൾ മറന്നിട്ട കാര്യങ്ങളോ എന്തായാലും ആ കാര്യം നിങ്ങളിലെ തിരിച്ചൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു 7 ഓഫ് വാൻസിന്റെ എനർജിയാണ്. 7 ഓഫ് വാൻസിന്റെ എനർജിയാണ് നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാം ശരിയാകും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ പിന്മാറി നിൽക്കുന്നു, കുറച്ച് അകലം പാലിച്ച് നിൽക്കുന്നു. കാരണം നിങ്ങൾ ഒരുപാട് നെഗറ്റീവായ സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു വന്നിട്ടുള്ളത്. ഒരുപാട് ചുറ്റുപാടുകളുമുള്ള വ്യക്തികളാകാം, സാഹചര്യങ്ങളാകാം, എന്തായാലും നിങ്ങൾ അനുഭവിക്കുന്നത് ഒരുപാട് നെഗറ്റിവിറ്റി മാത്രമാണ് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നത് എന്ന് കാണുന്നുണ്ട്. അതിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എന്നിവിടെ മനസ്സിലാകുന്നുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ ഒരു നേരിയ തോതിൽ ഒരു വെളിച്ചം വരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വരെ കൊണ്ടുപോകണം എന്ന് വിചാരിച്ച് അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിച്ചില്ല. നിങ്ങൾ ഒരുപാട് ഉയരങ്ങൾ, നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ജീവിച്ച വ്യക്തി, മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിലൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, എനിക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ള തോന്നൽ നിങ്ങളിൽ വന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കൊണ്ടും നിന്ന വ്യക്തികൾ, ഒരുപാട് കൊടുക്കാന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുകയും കൊടുക്കുകയും ചെയ്ത വ്യക്തികളായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. അത് എന്തുമാകാം, സ്നേഹത്തിന്റെ കാര്യത്തിലാകാം, സാമ്പത്തികത്തിന്റെ കാര്യത്തിലാകാം, അല്ലെങ്കിൽ ജോലി സംബന്ധമാകാം, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ചു ജീവിച്ച വ്യക്തികളായിട്ട് അവിടെ കാണാൻ സാധിക്കും. സ്നേഹത്തിന്റെ കാര്യമായ അവരെന്ത് തന്നെ ചെയ്താലും അവരെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. തെറ്റ് ചെയ്താലും
അത് അംഗീകരിച്ച് പുറത്ത് ക്ഷമിച്ചൊക്കെ കൊടുത്ത് അവർ മുന്നോട്ടുള്ള ജീവിതം സക്സസ് ആകാനും എന്ന് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം. പക്ഷേ നിങ്ങൾക്ക് അതിന് സാധിച്ചില്ല എന്ന് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യം, ജോലിക്ക് വേണ്ടി ചിലപ്പോൾ ആർക്കെങ്കിലും സാമ്പത്തികം വേണം എന്നാവശ്യപ്പെട്ട് സാമ്പത്തികം കൊടുത്തിട്ടുണ്ടാവും, ജോലി ശരിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടുമെന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും. പക്ഷെ അതിന് ഒന്നും കിട്ടിയില്ല, ആഗ്രഹിച്ച സാലറി കിട്ടാതെ ഒരു ഫാമിലി മര്യാദ ഒരു ഇഷ്ടാനുസരണം ഒരു ജീവിതം ജീവിക്കാൻ കഴിയാതെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടും വിഷമങ്ങളും അനുഭവിച്ചിരുന്ന വ്യക്തികളായിട്ട് ഇവിടെ കാണുന്നത്. അതിൽ നിന്ന് പുറത്ത് കടക്കണം എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കുന്നു, നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് അകലം പാലിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഒരു ആഗ്രഹിച്ച രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് തൽക്കാലം പുറത്ത് കടക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മുന്നോട്ടുള്ള ജീവിതം സക്സസ് ആവണം എന്ന് വിചാരിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഇനി ഇൻഡ്യൂഷൻ എൻ്റെ മനസ്സിൽ എന്താണോ ശരി എന്ന് തോന്നുന്നത് അതിനനുസരിച്ച് നീങ്ങാം. ഇതുവരെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, ഇനി എനിക്ക് കൂടെ വേണ്ടി ജീവിക്കണം, എൻ്റെ ജീവിതമാണ് എനിക്ക് വലുത് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻഡ്യൂഷനെ വിശ്വസിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ബുദ്ധിക്കും അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി എന്നിവിടെ കാണുന്നുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് എങ്ങനെ പോകണം എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടായതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ എല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. ആഗ്രഹിച്ച ജീവിതം, ആഗ്രഹിച്ച സ്നേഹം, ജോലി, സാമ്പത്തികം എല്ലാം ഇവിടെ നഷ്ടപ്പെട്ടതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നേടാൻ ആഗ്രഹിച്ച മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥ ഇവിടെ കാണുന്നത്. വെറും വെള്ളത്തിലായി പോയ അവസ്ഥ, വെള്ളത്തിലിരിക്കുന്ന രാജാവിനെ ഇവിടെ കാണുന്നത്. എല്ലാ കഴിവും എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും ആഗ്രഹത്തിനൊത്ത് മുന്നോട്ട് പോകാൻ കഴിയും. കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചിരുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തോ കാര്യങ്ങൾ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ചില കാര്യങ്ങൾ, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ആ ഒരു കാര്യം നഷ്ടപ്പെടരുത് എന്ന് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തായാലും നിങ്ങൾ ഓരോ വ്യക്തികളെ സംബന്ധിച്ച് അത് എന്തും ആകാം. അപ്പൊ ആ ഏതോ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഹോൾഡ് ചെയ്യുക. ആ ഒരു കാര്യം ചിലപ്പോൾ അത് റിലേഷൻഷിപ്പ് ആകാം, ജോലിയാകാം, ചിലപ്പോൾ സാമ്പത്തികമാകാം, എന്തുമാകാം. അപ്പൊ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലൂടെ, പ്രണയം ഒക്കെ ആകാം. അപ്പൊ എന്തൊക്കെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒരു കാര്യം മാത്രം നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു എന്നിവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യവുമായിട്ട് മുന്നോട്ട് പോകണം. ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ആ ഒരു കാര്യവുമായി മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ കൂടെ മുന്നോട്ട് പോകാം. പുതിയ ഒരു ജീവിത സാഹചര്യവുമായി, പുതിയ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അത് സാമ്പത്തികപരമാകാം, ജോലി സംബന്ധമാകാം, പുതിയ ഐഡിയകളായിട്ട്, പഴയതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ഐഡിയകളായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇതുവരെ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, അതൊന്ന് മാറ്റി ചിന്തിക്കാം. പുതിയ ഇപ്പോഴത്തെ ഈ ലോകത്തിൽ എന്താ നടക്കുന്നത്, ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള കാര്യങ്ങൾ എന്താ, അതിനനുസരിച്ച് മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെ കാണാം. അത് ഇപ്പൊ ചിന്തിക്കുന്ന ഏതായാലും ഇപ്പം പുതിയ ഒരു ജീവിതം ആഗ്രഹിക്കുന്ന വ്യക്തികളെ അവിടെ കാണാൻ സാധിക്കും. പഴയതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ തുടക്കങ്ങളുണ്ടാണ്, പുതിയ ജീവിത സാഹചര്യം. പ്രണയത്തിൽ തന്നെ എന്തെങ്കിലും പ്രണയിക്കുന്ന വ്യക്തികളായിരുന്നെങ്കിൽ പഴയ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ നിന്നിട്ടായിരിക്കാം ആഗ്രഹിച്ച സ്നേഹം കിട്ടാത്തത് എന്നുള്ള തോന്നൽ വരുന്നത് കൊണ്ട് ഒന്ന് മാറ്റി ചിന്തിക്കാം. കുറച്ചുകൂടെ സ്നേഹത്തോടെ നിൽക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അത് മാറ്റി ചിന്തിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പുതിയ തുടക്കങ്ങളിലേക്ക് കടക്കുന്നു. ആഗ്രഹിച്ച ഒരു പുതിയ ഒരു ജീവിതവുമായിട്ട് മനസ്സ് ചെറുപ്പമുള്ള വ്യക്തികളെയാണ് കാണുന്നത്. എത്ര പ്രായമുണ്ടെങ്കിലും മനസ്സിലൊരു കുട്ടിത്തമുള്ള വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ
പുതിയ പുതിയ കാര്യങ്ങൾ അംഗീകരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ ചുറ്റുപാട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്തരം ആഗ്രഹങ്ങൾ മുന്നോട്ട് പോകണം എന്ന് എല്ലാം ഉണ്ടെങ്കിലും കൂടിയും നിങ്ങൾ ഒരു വലയത്തിനുള്ളിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയോടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ആ നഷ്ടത്തിൽ നിന്നും എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ട് ഇപ്പൊ ചില വ്യക്തികൾക്ക് ഫുള്ളായിട്ട് കടത്തിലൊക്കെ വന്ന വ്യക്തികളൊക്കെ ആകാൻ സാധ്യതയുണ്ട്. കടം വന്നിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ ജീവിതം ഒരു മുന്നോട്ട് ആഗ്രഹിച്ച രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാതെ എന്ത് ചെയ്യുമെന്ന് ഒരു തരത്തിലും ഒരു രക്ഷയില്ല. ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു കൈത്താങ്ങ് ഒരു സപ്പോർട്ടായി നിൽക്കാൻ ആരുമില്ല എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലയം തീർത്ത് അതിൻ്റെ ഉള്ളിൽ നിൽക്കേണ്ട ഒരവസ്ഥ, ഇവിടുന്ന് ഒന്ന് ആഗ്രഹിച്ച രീതിയിലൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരു വലയത്തിൽപ്പെട്ട ഒരവസ്ഥ, ട്രാപ്പിൽപ്പെട്ട ഒരവസ്ഥ, എന്ത് ചെയ്യണം എന്നറിയുന്നില്ല, എന്ത് ചെയ്യും, കണ്ണും കൈയും കെട്ടിവെച്ചൊരവസ്ഥയാണ്. അത്തരം ഒരു സാഹചര്യം അവിടെ കാണാൻ സാധിക്കുന്നത്. മനസ്സിനെ തളർത്തുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. കൂടുതലായിട്ട് സാമ്പത്തികം മുഴുവനായിട്ട് നഷ്ടപ്പെട്ട വ്യക്തികളെ കാണും. സാമ്പത്തികം ജോലിയൊക്കെ നഷ്ടപ്പെടാൻ സാഹചര്യമുള്ള വ്യക്തികളെ പക്ഷെ മാറി ചിന്തിക്കുന്നുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡബിൾ എനർജി കാണുന്നുണ്ട്. പല ബ്ലാക്ക് മാജിക് പോലുള്ള സംഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എന്നിവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ചെന്ന് പെട്ടത് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം നിങ്ങൾ ചെന്ന് പെട്ടെന്ന് പറയാൻ കാരണം നിങ്ങളെല്ലാം ഉള്ള ഒരാളായിട്ട് അവിടെ ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും. നിങ്ങൾ എല്ലാ കഴിവും എല്ലാ വിദ്യാഭ്യാസം ജോലി സാമ്പത്തികം ഒക്കെ ഉള്ള വ്യക്തികളൊക്കെ ആയിരിക്കും തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നു. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടന്നത് എന്നിവിടെ കാണുന്നുണ്ട്. അത് ഈ നെഗറ്റിവിറ്റിയാണ്. അതിൽ നിന്ന് പുറത്ത് കടക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ അതിശക്തമായി തന്നെ പുറത്ത് കടക്കേണ്ടതാണ്. നിങ്ങളുടെ മനസ്സിന് ശക്തി കൊടുത്ത് ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ നിന്ന് പുറത്ത് കടക്കുക. ഈ ഒരു കാര്യമല്ല എൻ്റെ ജീവിതത്തിലുള്ളത്, എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ചിന്ത അതിനു വേണ്ടി പ്രവർത്തിക്കാൻ പറയുന്നുണ്ട്. ആഗ്രഹിച്ച രീതിയിലേക്ക് മുന്നോട്ട് കടക്കണമെങ്കിൽ ഈ നെഗറ്റിവിറ്റി ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കണം. അങ്ങനെ പോയാൽ മുന്നോട്ടുള്ള ജീവിതം അതിശക്തമായി മനസ്സിനെ സ്ട്രോങ് ആക്കി കൊണ്ടുപോകാനാണ് പറയാം. എത്രത്തോളം മനസ്സിനെ സ്ട്രോങ് ആക്കി കൊണ്ടുപോകാൻ സാധിക്കുമോ അത്രത്തോളം മനസ്സിനെ സ്ട്രോങ് ആക്കി അത് മാത്രം പോരാ. ഇവിടെ ഞാൻ ഫസ്റ്റ് തന്നെ കാണുന്നത് പ്രാർത്ഥനയുടെ ആവശ്യം. നന്നായിട്ട് ഈ ഒരു കാര്യം സാഹചര്യത്തിൽ നിന്ന് മാറണമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എന്നിവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിൽ എത്തുന്നില്ല, അതാണ് ഇവിടെ മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു സ്ഥലത്തും നിങ്ങളുടെ മനസ്സ് മറ്റൊരു സ്ഥലത്താണ്. അത് കാരണം ഇവിടെ ഈ ഒരു ബ്ലാക്ക് മാജിക് ആണ്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന ഈ ദൈവത്തിൽ എത്തുന്നില്ല. അതിനു വേണ്ടി നന്നായിട്ട് ഈ നെഗറ്റിവിറ്റി മാറാൻ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക. മനസ്സിനെ സ്ട്രോങ് ആക്കി വെക്കുക. എന്ത് തന്നെ സംഭവിച്ചാലും എനിക്കിത് മുന്നോട്ട് പോകണം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു ജീവിതം, ഡെത്ത് ആൻഡ് റീബർത്ത് ഇവിടെ കാണുന്നുണ്ട്. ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും. പുതിയ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ സ്വപ്നം കാണുന്ന വ്യക്തികളാണ്. ആ ലക്ഷ്യത്തിലെത്താൻ സാധിക്കാത്ത ഇത്തരം ഒരു ബ്ലാക്ക് എനർജി ഇവിടെ കാണുന്ന ബ്ലാക്ക് എനർജിയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന വിവാഹം മുടങ്ങുന്നത്, സാമ്പത്തികം മുടങ്ങുന്നത്, നല്ല ജോലി മുടങ്ങുന്നത്, വിദ്യാഭ്യാസം മുടങ്ങുന്നത്, അങ്ങനെ പല കാര്യങ്ങൾ. ചിലപ്പം ചില വ്യക്തികൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കുരുക്കിൽപ്പെട്ട് കിടക്കുന്നത്, ഏതെങ്കിലും ജോലി സംബന്ധമായ കാര്യത്തിലൊക്കെ ഒരു ലോങ് ഡിസ്റ്റൻസ് ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവിടുന്ന് പുറത്ത് കടക്കാൻ പറ്റാത്തൊരു സാഹചര്യം, ഏതോ ഒരു നെഗറ്റിവിറ്റി വന്ന് മുന്നോട്ട് പോകാൻ സമ്മതിക്കും. ചിലപ്പം ജോലി നഷ്ടപ്പെട്ട് അവിടുന്ന് നാട്ടിൽ വരാൻ പറ്റാത്തൊരവസ്ഥ, സാമ്പത്തികമില്ലാത്ത അവസ്ഥ, എല്ലാം നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ, ആഗ്രഹിച്ച ജീവിതം സ്വന്തമാക്കിയെടുക്കണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം മുഴുവനാക്കണം എന്ന് വിചാരിച്ച് പകുതി കിട്ടി പോരേണ്ട ഒരവസ്ഥ, സാമ്പത്തികത്തിന് വേണ്ടി ശ്രമിച്ചിട്ട് അതിന് കിട്ടാത്തൊരവസ്ഥ, ഇതൊക്കെ കാരണം ഈ നെഗറ്റിവിറ്റിയാണ്. പക്ഷേ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഈ നെഗറ്റിവിറ്റിയിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി നിങ്ങളാൽ കഴിയുന്ന എന്തും ചെയ്ത് മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പല കഴിവുകളും ഉള്ള വ്യക്തികളാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ള വ്യക്തികളാണ്.
നല്ല ബുദ്ധിയും സാമർഥ്യവുമുള്ള വ്യക്തികളാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ച വ്യക്തികൾ, ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയ വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഈ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട് എന്നിവിടെ കാണുന്നുണ്ട്. നിങ്ങൾ നേടിയതെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടോ പഠിച്ചിട്ടോ ഒക്കെ നേടിയ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരും എന്ന് കാണുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവിടെ വിവാഹ സംബന്ധമായ ആ ഒരു തടസ്സങ്ങൾക്കും കാരണം ഇത്തരമൊരു നെഗറ്റിവിറ്റി, വിവാഹ സംബന്ധമായി ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കാതെ ഒരു കുടുംബവും നല്ലൊരു സന്തോഷകരമായൊരു ജീവിതം ആഗ്രഹിച്ച രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കാത്തതിനൊക്കെ കാരണം ഇത്തരമൊരു നെഗറ്റിവിറ്റിയാണ്. അപ്പൊ ഈ നെഗറ്റിവിറ്റി മാറ്റി മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം, പുതിയ വെളിച്ചം, ആഗ്രഹിച്ച രീതിയിലേക്ക് നിങ്ങൾ പലതും സ്വന്തമാക്കി എടുക്കുന്ന ഒരു സമയം. ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കൂടെ വന്നിട്ടുണ്ട്. ഭാഗ്യം നിങ്ങളെ തെളിയുന്ന സമയമാണ്. നിങ്ങളിൽ ഭാഗ്യം ഉണ്ടാകുന്ന സമയമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ കാർമിക സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം അവസാനിക്കുന്ന ഒരു കാർമിക ചില വ്യക്തികളുടെ പ്രശ്നമായിരിക്കും. ആ കാർമിക സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് മാറിപ്പോകും. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സമയം ഇപ്പോൾ നല്ല സമയമാണ്. അപ്പോൾ നല്ല സമയം വരുമ്പോൾ ആരെന്ത് നെഗറ്റിവിറ്റി ചെയ്താലും അത് നിങ്ങളെ ഏൽക്കില്ല. കാരണം നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ പവർ ഉണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇവിടെ പ്രാധാന്യം ഉണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങൾ ഈ നെഗറ്റിവിറ്റി കാരണമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് നല്ലതാണ് എന്നിവിടെ കാണുന്നുണ്ട്. ഈ സമയം നല്ലതായത് കൊണ്ട് തന്നെ ഈ നെഗറ്റിവിറ്റിക്ക് ഒരു മാറ്റം വരും എന്നാണ് ഇവിടെ ലാസ്റ്റിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കഴിയുന്ന വഴിപാടോ പൂജകളോ ഒക്കെ അമ്പലങ്ങളിലോ അതിൽ കുടുംബക്ഷേത്രങ്ങളിലൊക്കെ പോയി ചെയ്ത് ഒരു നെയ്വിളക്കോ അങ്ങനെയൊക്കെ കത്തിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല സമയം തെളിഞ്ഞു വന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച സാമ്പത്തികമോ ജോലിയൊക്കെ നിങ്ങളെ തേടി വരും. നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങളെ തേടി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരും. നിങ്ങളിൽ നിന്ന് എന്താണോ നഷ്ടപ്പെട്ടത് അത് നിങ്ങളെ തേടി വരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥനയോടെ ഇരിക്കുക, യൂണിവേഴ്സിനെ വിശ്വസിക്കുക.